എനിക്ക് ഇനി ചോദിക്കാനുള്ളത്, നമ്മുടെ സഭയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പിതാവ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനാണ് നമ്മുടെ ബർണബാസ് പിതാവ്. ബർണബാസ് പിതാവിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയാം, അച്ഛന് നിൽക്കാൻ പറ്റത്തില്ല. ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും. തുടക്കം തൊട്ട് അച്ഛൻ്റെ സെമിനാരി തൊട്ട് അച്ഛൻ ഇവിടെ വികാരിയായിട്ട് വന്ന് അത് മിഷൻ റീജനിൽ പോയതും എല്ലായിടത്തും ബർണബാസ് പിതാവ് ഉണ്ടായിരുന്നു, അച്ഛനെ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും. സോ എനിക്ക് അതിനെ പറ്റി ഒന്ന് അറിയണമെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്ടെന്ന് തന്നത് ബർണബാസ് പിതാവാണ്. ഞാനിന്ന് കൊടുകാപുരൂപതയിൽ വൈദികനായിരിക്കുന്നെങ്കിൽ അതിനൊരു കാരണം പിതാവാണ്. അതിനേക്കാൾ അപ്പുറമായിട്ട് വൈദികൻ ആകുന്നു എന്നതിനേക്കാൾ അപ്പുറം, വൈദികനായി എന്നതിനേക്കാൾ അപ്പുറം ഒരു മിഷണറി ആക്കി അതിനുശേഷം വൈദികനാക്കി എന്നുള്ളതാണ് ബർണബാസ് പിതാവിൻ്റെ ഏറ്റവും. ഞാൻ 20-ൽ ആദ്യത്തെ മിഷണറിയാണ്. അപ്പോൾ ഇപ്പോഴും ഒരു മിഷണറി ആയിട്ട് തന്നെയാണ് അതിനകത്ത് പറ്റുന്ന രീതിയിൽ ഇടവകയാണെങ്കിലും ഞാൻ ചെയ്യാറുണ്ട് മിഷനിലൊക്കെ. പക്ഷേ പിതാവ് എന്നെ മിഷനിലേക്ക് കൊണ്ടുപോയത് വളരെ മിഷനോടുകൂടിയാണ്. അത് പിതാവിൻ്റെ ആഗ്രഹം അനുസരിച്ചൊക്കെ ഒരു പരിധിവരെ ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചതാണ്. ബർണബാസ് പിതാവ് എപ്പോഴും നമുക്കൊരു ഇൻസ്പിറേഷനായിരുന്നു. പുറത്തു നിന്ന് നമ്മൾ നോക്കുമ്പോൾ പിതാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ, പിതാവിൻ്റെ രീതികളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഞാനൊക്കെ ഒത്തിരി ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് പിതാവിനെ. ഒത്തിരിയേറെ പിതാവിൻ്റെ മുറിയിൽ പെരുമാറുണ്ടാക്കിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് എപ്പോഴും പിതാവ് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഒരു മിഷണറി ബിഷപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പിതാവ് എപ്പോഴും കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഒറീസയിൽ ഡീക്കനായിരുന്നു പോയ സമയത്തൊക്കെ ഞങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് മിഷനിലേക്ക് പോകുമ്പോൾ, മിഷനിലേക്ക് പോയി കഴിഞ്ഞ് രാവിലെ പോയാൽ വൈകിട്ട് രാത്രി 12 മണി, 1 മണി, 2 മണിക്കൊക്കെ തിരിച്ചു വരും. ഈ 2 മണി വരെ പിതാവ് നമ്മളെ കാത്തിരിക്കും. നമ്മൾ വന്ന് തിരിച്ച് ഇവിടെ വന്ന് കയറി റൂമിൽ വന്ന് കയറി കഴിഞ്ഞ് പിതാവ് വിളിച്ച് ഹോൾ ഡേ എക്സ്പീരിയൻസ് പിതാവിനോട് ചോദിക്കണം. അപ്പോൾ ഞാനൊക്കെ അന്ന് പറയുമായിരുന്നു, ഓരോ ഭവനത്തിലെ ആളുകളോട് സംസാരിച്ച് എനിക്കറിയാവുന്ന ഭാഷ അവരിൽ നിന്ന് കേൾക്കുന്നത് ട്രാൻസ്ലേറ്റർ നമ്മുടെ ഹരീഷൊക്കെയാണ്. ട്രാൻസ്ലേറ്ററെ വെച്ച് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അതേപടി ഞങ്ങൾ പിതാവിനോട് പറയും. കാരണം അതായത് കേൾക്കാനായിട്ടൊരു മനസ്സ്, ഇങ്ങോട്ടൊന്നും പറയത്തില്ല, അതേ അത് കേൾക്കും. അത് കേട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറയും, മിഷൻ എന്തിനു വേണ്ടി ചെയ്യുന്നത് വെച്ചാൽ ബർണബാസ് പിതാവിന് വേണ്ടിയാണെന്ന് പറയും. അങ്ങനെ പറയരുത്, ദൈവത്തിന് ഈശോയ്ക്ക് വേണ്ടിയാണ് മിഷൻ ചെയ്തത്. പക്ഷേ അങ്ങനെ പറയത്തക്ക രീതിയിൽ നമ്മളെ പിതാവ് കരുതുമായിരുന്നുള്ളത് നമ്മളെ കേൾക്കും. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് എന്നാൽ വഴക്ക് പറയേണ്ട കാര്യത്തിൽ കൃത്യമായിട്ട് വഴക്ക് പറയും, തിരുത്തേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ഇന്ന കുറവ്, ഇന്ന പ്രശ്നം, ഇന്ന കാര്യം അച്ഛനെ കുറിച്ച് കേട്ടെന്ന് പിതാവ് പറയും. പക്ഷെ അവിടെ നിന്ന് നമുക്ക് പിതാവിൻ്റെ വിഷമം തോന്നാറ്. കാരണം അദ്ദേഹത്തിനൊരു ക്ലാരിറ്റി ഉണ്ട്, ഒരു ഫോർമേഷൻ. ഞാൻ യൂത്ത് ഡയറക്ടർ രാജിവെച്ചാണ് പിതാവിൻ്റെ, എനിക്ക് പറ്റത്തില്ലായിരുന്നു. എല്ലാവരും പിതാവിന് ഭയങ്കര വിഷമമായിരുന്നു. അതേ അടുത്ത് ഞാൻ പിതാവിന് സോറി പറഞ്ഞ് ഞാൻ പിൻവലിച്ചിട്ടുള്ളൂ. പിതാവ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യൂത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. പിതാവ് നിങ്ങളെ ചാടിക്കളിക്കും, നിങ്ങളെ എടുത്തിയാട്ടമൊക്കെ ഉണ്ടാകും, അതൊക്കെ നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ആ രീതിയിൽ തന്നെ ഒരു അച്ഛനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവ് പിതാവിനുണ്ട്. മിഷണറി എന്ന് പറഞ്ഞാൽ ഞാനെപ്പോഴും പിതാവിന് പണം ഒരു പ്രശ്നമല്ല, പൈസ ഉണ്ടോ എന്നുള്ളത്. ഞങ്ങളൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കാശില്ല, ആളില്ല. പിതാവ് എല്ലാ സ്റ്റേറ്റിലും പോയി മിഷൻ തുടങ്ങാനായിട്ട് പോയത്. ആൾക്കാർ എൻ്റെ അടുത്ത് മിഷൻ തുടങ്ങാൻ വന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങും, ബാക്കിയൊക്കെ ദൈവത്തിൽ. അതൊരു ചുമ്മാതെ ഉള്ളൊരു കോൺഫിഡൻസാണ്. എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ മിഷൻ ചെയ്യാനായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അതല്ല. അതൊക്കെ എടുത്ത് ചാടി എന്നുള്ളത് വളരെ. ഇന്ന് മലങ്കര സഭയിൽ ഇതുപോലെ എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്ത ഒരു ബിഷപ്പ്, ഒരു മിഷണറി വിഷനോട് കൂടി ചെയ്ത ഒരു ബിഷപ്പ് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് സഭ മുഴുവൻ പിതാവിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒറീസയിൽ പിതാവ് എനിക്ക് തോന്നുന്നു 2014 ആദ്യം ഒറീസയിൽ രൂപതയ്ക്ക് അതിന് ശേഷം. പക്ഷേ ഞങ്ങൾ മിഷനിൽ പോയ അന്ന് മുതൽ പിതാവ് മിഷനിലെ കുറിച്ച് പ്രസംഗിച്ചതൊക്കെ ആ മിഷനിൽ പോയി നിന്ന ഉള്ള പോലെയാണ്. എക്സ്പീരിയൻസ് ടെസ്റ്റിമണികളാണ് പിതാവ് പറയുക. ഓരോ പാസ്റ്ററിൻ്റെ ആയിക്കോട്ടെ, ഓരോ ഭവനത്തിലെ ആളുകളെ എങ്ങനെ ക്രിസ്ത്യാനിയായി ആ ചരിത്രമൊക്കെ നിങ്ങളുടെയൊക്കെ പള്ളിയിലൊക്കെ പിതാവ് ഒരു മാതാപിതാക്കളല്ല പ്രസംഗിക്കും, പിതാവ് കരയും, അത് പറഞ്ഞ് പ്രസംഗിക്കും, ടെസ്റ്റിമണികൾ പറയും. അതാണ് നമുക്ക് ഈ മിഷനെ കുറിച്ച് തന്നെ ഒരു ചിന്തകളുണ്ടായി. അപ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും പിതാവിൻ്റെ ഒരു മിഷനിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ മനസ്സിലാക്കി. പിന്നെ ഈ പോകുന്ന അച്ഛന്മാർക്കായിക്കോട്ടെ, ആയിക്കൊള്ളട്ടെ, അവരെ പിതാവ് വിശ്വാസത്തിലെടുക്കുക. അതൊരു ഭയങ്കര പ്രത്യേകതയാണ്. വിശ്വാസം അതായിരുന്നു ബർണബാസ് പിതാവിൻ്റെ
ഏറ്റവും വലിയ ക്വാളിറ്റി പിതാവിന് കോൺഫിഡൻസ്, പിന്നെ ബിലീവ് ഇൻ ഗോഡ്. പിതാവിന്റെ ഏറ്റവും വൺ ഓഫ് ദ ആസ് എ കോമൺ ഇൻഡിവിജ്വൽ എനിക്കറിയാവുന്ന പ്രചോദനം ദാറ്റ് ഈസ് പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരം, അതൊരിക്കലും മുടങ്ങിയിട്ടില്ല. അറിവുള്ള എന്ന് പറഞ്ഞാൽ കോവിഡ് സമയത്ത് വരെ, കോവിഡ് ഡൽഹിയിൽ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് നടക്കുന്ന സമയത്ത് പിതാവ് സ്ട്രീറ്റിലിറങ്ങി സ്വന്തം കൈ കൊണ്ട് വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അത് പിതാവ് തുടങ്ങിയ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കി പ്രചോദനം ആയിക്കൊള്ളട്ടെ. പിതാവിന് ആ അനിൽ എന്ന് പറയുന്ന ആളിനെ വിശ്വാസത്തിലെടുത്ത് അവന് പ്രോത്സാഹനം കൊടുത്ത് അതിനകത്ത് തെറ്റുകളും കുറവുകളൊക്കെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും പ്രധാന വിഷയമല്ല. അവന്റെ കുറവിനേക്കാൾ അപ്പുറം ആ വ്യക്തിയുടെ നിറവാണ് പിതാവ്. അതുകൊണ്ടാണ് പ്രചോദനമാണ് ജയിച്ചത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറ് പറയാറുണ്ട്. ഞാൻ ഗുരുകാവ്രൂപതയുടെ തുടക്കക്കാരനാണ് പല കാര്യത്തിലും. ഒന്ന്, ഗുരുകാവ്രൂപതയുടെ മിഷന് തുടക്കമിട്ടത്, റീസായി തുടക്കമിട്ടത് ഞാനാണ്. പ്രചോദനയുടെ തന്നെ ഈ മാൻസരോവർ പാർക്കിലെ സൺസൈൻ ചിൽഡ്രൻ ഓഫ് ഹോപ്പ് തുടക്കമിട്ട് ഞാനാണ്. 7 മാസം കൊണ്ടാണ്, 2 മാസം കൊണ്ടാണ് അവിടെ പെർഫോം ചെയ്യാറുള്ളത്. അതെല്ലാം ഒരു കോൺഫിഡൻസ് ആണ് ഇതാണ്. അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അത് നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഏത് കാര്യം, യൂത്തിന്റെ കാര്യമായിക്കോട്ടെ, യൂത്തിന്റെ കാര്യമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് നമുക്ക് പറ്റാത്ത ഒരു മേഖലയിൽ മാത്രമേ പിതാവ് ഇടപെടുകയുള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഡയറക്ടർസിനെ കുറിച്ച് ഒരു കുറ്റമുണ്ടെങ്കിൽ അതിന്റെ കയ്യിൽ ചേർന്ന് പറയാൻ ഒരു യൂത്തിന് പിതാവിനോട് പറയാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഒരു സ്പേസ് ഉണ്ട്, ഫ്രീഡം ഉണ്ട്. അപ്പൊ നമുക്കറിയാമല്ലോ, ആ സമയത്ത് പിതാവ് കൃത്യമായിട്ട് പറയാം, നിങ്ങൾ നമ്മുടെ യൂത്തിനോടൊക്കെ പറയുമായിരുന്നു. യൂത്തിന്റെ മീറ്റിങ്ങുകൾ പിതാവ് വിളിക്കുക. ആ പിതാവിന്റെ മീറ്റിങ്ങുകളൊക്കെ വളരെ ഒഫീഷ്യൽ മീറ്റിങ്ങുകളൊന്നുമല്ല. അത് പിതാവ് ഭയങ്കര ലീനിയന്റ് ആയിട്ട് ഫ്രീ ആയിട്ട് യൂത്തിന്റെ കൂട്ട് സംസാരിക്കും. ഒരു ചട്ടം ഇങ്ങനെ വേണം അങ്ങനെയല്ല. പിതാവിനോട് സംസാരിക്കണമെങ്കിൽ യു ആർ ഫ്രീ ടു ടോക്ക് ടു ഹിം. അത് നമ്മൾ സംസാരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് പറയാനും പറ്റും. വഴക്കുണ്ടാക്കി രക്ഷപ്പെടുന്നതിനൊന്നും പ്രധാന കുഴപ്പമില്ല. അതിന്റെ എല്ലാ അവസാനം നമ്മൾ സന്തോഷത്തോടെ തന്നിട്ട് പോകും. ഈ യൂത്തിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ യൂത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് തന്നെ പറയാം. എത്രയോ യൂത്താണ് വിഷമമുള്ള ഒരു പിതാവിന്റെ അടുത്ത് വന്ന് അവരുടെ പേരൻസ് ഉൾപ്പെടെ വന്ന് 2-3 ദിവസം അവരെ താമസിച്ച് അവര് ചേഞ്ചായി പോകുമെന്ന് മാത്രമല്ല, അവരെ പിതാവ് ഫോളോ അപ്പ് ഉണ്ട്. അതായത് ഒരാളോട് സംസാരിച്ച് അവരുടെ വിഷയം പറഞ്ഞു, യൂത്ത് വന്നൊരു വിഷയം പറഞ്ഞു. പിന്നെ പിതാവ് ഈ തിരക്കിനിടയിലൊക്കെ സമയം കണ്ടത് മാസത്തിൽ ഒന്ന് അവരെ വിളിക്കും. അങ്ങനെ പറഞ്ഞ എത്ര യൂത്ത് ഉണ്ട് എനിക്കറിയാം. എനിക്ക് പേഴ്സണലായിട്ട്, ഞാൻ ആ സമയത്ത് ഡയറക്ടറായതുകൊണ്ട് പേഴ്സണലായിട്ട് അറിയാം. ഇന്ന് വന്നവാസ് പിതാവ് വിളിച്ചു, എന്തിനാ വിളിച്ചത്? പണ്ട് ഞങ്ങളോട് പിതാവിന്റെ കാര്യം പറഞ്ഞാൽ അന്ന് വിഷമം മാറിയില്ല, പക്ഷെ ഇന്നും വിളിച്ചത് അന്വേഷിക്കും. ആ ഒരു ഫോളോ അപ്പ്. ഡൽഹിയിലെ 1-2 പിള്ളേരെ അസുഖമായിട്ട് കിടക്കുന്ന പിള്ളേരെ കുറിച്ച് പിതാവ് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതല്ല, നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു കാര്യം. പിതാവിന്റെ അവസാന നാളുകളിൽ ഏറ്റവും വലിയ വിഷയമാണ്. എൻ്റെ ഒരു അവസാന എക്സിക്യൂട്ടീവ്സിൽ ഞങ്ങളെടുത്തൊരു തീരുമാനമായിരുന്നത്. ഒന്ന് ആയുർവേദ കിടക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, അതുപോലെ തന്നെ വെസ്റ്റ് ഡൽഹിയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അങ്ങനെ അസുഖമായിട്ട് കിടക്കുന്ന യുവജനങ്ങളെയും അവരുടെ പേരൻസിനെയും ഒരു വണ്ടിയിൽ കൊണ്ടുപോയി ഡൽഹി ദർശനം. അങ്ങനെ ഒരു ബിഷപ്പ് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സ്ഥലം മറ്റു പല പള്ളികളിൽ